നമസ്കാരം. ഈ ഇത്ര ദീർഘമായൊരു മുഖവുര ആമുഖമുള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. സ്വരാട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറിനടുത്തുള്ളൊരു ദീർഘ സംഭാഷണം ദ ക്യൂവിന് വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ മാസം നടത്തിയതിൻ്റെ തുടർച്ചയിലാണിത്. ഉറപ്പായും ഇതൊരു പുതിയൊരു ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ജൻസി രാഷ്ട്രീയവും സാമൂഹ്യ ഇടപെടലും എന്നാണ് അതിൻ്റെ തലക്കെട്ടെങ്കിലും കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ ആ വിഷയത്തെ പരിഗണിക്കാൻ തോന്നുന്നു. പുതുതലമുറ, യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ, അത് കക്ഷി രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതലത്തിൽ, അതിൽ വളരെ ബ്രോഡായി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രതലത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലിനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആലോചനകളും ചർച്ചകളും, അതിനൊപ്പം സാമൂഹ്യ ഇടപെടലും അതിൻ്റെ സാമൂഹ്യ ഇമ്പാക്റ്റും കൂടി പരിഗണിക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ടോപ്പിക്കിൽ തന്നെ ജെൻസി എന്നുള്ള സംഗതി വരുന്നതുകൊണ്ട് ഉറപ്പായും അത് കുറച്ചുകൂടി ഒരു ടേം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ യുവജനങ്ങൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം മില്ലനിയൽസ് എന്നുള്ള കൺസിഡറേഷൻ ആണെങ്കിലും ജെൻസി ആണെങ്കിലും അതിനുശേഷം ജെൻ ആൽഫ, നമ്മൾ 2020 ശേഷം ജെൻ ബീറ്റ എന്നൊക്കെ പറയുന്ന കൺസിഡറേഷനിൽ ഒരു ഡിജിറ്റൽ ഇമ്പാക്റ്റിന് ശേഷം, ഡിജിറ്റൽ റെവല്യൂഷന് ശേഷം, പോസ്റ്റ് കോവിഡിന് ശേഷമൊക്കെ അവരുടെ ബാല്യവും യൗവനമൊക്കെ കഴിഞ്ഞവരെ വിശാലാർത്ഥത്തിൽ പരിഗണിക്കുന്ന ഒരു ടേം കൂടിയാണ്. എനിക്കതിൽ പറയാവുന്നത് എപ്പോഴും ഇപ്പോൾ ഇത്തവണ നമ്മുടെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന അമേരിക്കൻ ഇലക്ഷൻ്റെ കാര്യത്തിലടക്കം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ഗാർഡിയൻ്റെയും വാൾ സ്ട്രീറ്റ് ജേണലിലടക്കമുള്ള നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അവരുടെ എ ലിസ്റ്റഡ് മാധ്യമങ്ങളുടെ ചർച്ചകൾ നോക്കിയാൽ ഇത്തവണത്തെ ജെൻസി വോട്ട് അല്ലെ ജെൻസികളുടെ രാഷ്ട്രീയ വിചാരം, അവരുടെ അഭിപ്രായ പ്രകടനം ഏത് കക്ഷിക്കൊപ്പമാണെന്ന് പറയുന്ന സുദീർഘമായ വലിയ സർവേകളൊക്കെ ഉണ്ടായിരുന്നു. പല യൂണിവേഴ്സിറ്റികളായിട്ട് കൊളാബറേറ്റീവ് സർവേ. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രായ വിഭാഗങ്ങളുടെ, മറ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ രാഷ്ട്രീയ ആഭിമുഖ്യവും അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ നിലപാടൊക്കെ കുറച്ചുകൂടി വിസിബിളായി കാണുന്ന സമയത്ത് കുറേ കൂടി സോഷ്യൽ ടച്ച് പ്ലാറ്റ്ഫോമുകളിലൊക്കെ കൂടുതലായി എൻഗേജ്ഡ് ആവുന്ന, അല്ലെങ്കിൽ സാമൂഹിക ഇടപെടൽ എന്നുള്ളതിനൊക്കെ കുറച്ചുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഒരു പുതുതലമുറ ആളുകൾ അവരെങ്ങനെയായിരിക്കും ഈ കക്ഷി രാഷ്ട്രീയത്തെ കാണുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ മാറ്റത്തെയും ഭരണമാറ്റത്തേക്ക് കാണുന്നത് എന്നുള്ള രീതിയിലുള്ള സർവേ ഉണ്ടായിരുന്നു. സർവേയുടെ ഭയങ്കര വിചിത്രമായ ഇതുണ്ടായിരുന്നു. കാരണം കമൽ ഹാരിസിന് ജയിക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും ജെൻസിയുടെ മനസ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഏതാണ്ട് വന്ന എല്ലാ ഡിസ്കഷന് ശേഷം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ട്രംപ് സിനാരിയോയിൽ വന്ന ലേഖനങ്ങൾ ശ്രദ്ധിച്ചറിയാം എന്തുകൊണ്ട് ജെൻസി കളം മാറി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ തുച്ഛമായ നമ്പറുകളിലേക്ക് പോകുന്ന സർവേ വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ജെൻസി ആളുകൾ അല്ലെങ്കിൽ പുതുതലമുറ ആളുകൾ ഒരു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ഇടപെടലിനോ സാമൂഹിക ഇടപെടലിനോ തയ്യാറാവാതെ അവർ ഭയങ്കര അപ്പൊളിറ്റിക്കലായി മാറി നടക്കുന്നവരാണ്. അവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റത്തിനോ സാമൂഹ്യ മാറ്റത്തിനോ ചാലകശക്തികളാകാൻ ശേഷിയുള്ളവരോ പ്രാപ്തിയുള്ളവരോ ആലോചനയുള്ളവരോ അല്ല എന്നൊരു തള്ളിക്കളയൽ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ ഒരു ആമുഖത്തിന് ശേഷം നേരിട്ട് വിഷയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, എം സ്വരാജ് എന്ന് പറയുന്ന ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി എഡിറ്റർ കൂടിയായിട്ടുള്ള അങ്ങ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വരുന്നത്. അതിനുശേഷം യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതും ഏതെങ്കിലും തലത്തിൽ ഈ പറയുന്ന തലമുറ മാറ്റം എന്നുള്ളതിൽ നോക്കുമ്പം രാഷ്ട്രീയ ആഭിമുഖ്യം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തെ കാണുന്ന അവരുടെ സമീപനത്തിൽ വലിയ തോതിലുള്ളൊരു മാറ്റം ഉണ്ടായതായി തോന്നുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു പൊതു അഭിപ്രായം? ഇവിടെ മനീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ജെൻസി തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ അങ്ങനെ സ്വാഭാവികമായി ഉപയോഗിച്ച് ശീലിച്ച ഒരാളല്ല ഞാൻ. മാത്രമല്ല അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളോട് എന്തോ എനിക്കൊരു വലിയ താല്പര്യമില്ല, വിയോജിപ്പൊന്നുമില്ല. ഒരുപക്ഷെ സവിശേഷമായ പഠനങ്ങൾക്കൊക്കെ സഹായകരമായ കാലഗണനയുടെ ഭാഗമായിട്ടൊക്കെ ഇത് പ്രസക്തമായിരിക്കാം എന്ന് മാത്രം ഞാൻ കാണുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 15 മുതൽ 30 വരെ വയസ്സിനിടയിലുള്ള ഒരു വിഭാഗം, 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവരുടെ ഒരു വിഭാഗത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരുടെ രാഷ്ട്രീയ സാമൂഹ്യ വീക്ഷണങ്ങൾ, അവരുടെ മനോഭാവം, അവരുടെ സാമൂഹ്യ പ്രതികരണങ്ങൾ, ചിന്ത,
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം, മനീഷും ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ല, അല്ല, ആണോ? വേണമെങ്കിൽ ആവാം. അല്ല, ഇപ്പൊ ആളുകളെ പ്രായം കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. നമ്മളതിന് പുറമേ നിന്ന് ഒരു വിലയിരുത്തലിന് ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പലപ്പോഴും പൂർണ്ണമാവില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി ഇന്ന് നമ്മുടെ ചർച്ചയുടെ ഭാഗമായിരുന്നുവെങ്കിൽ അവരുടെ അനുഭവങ്ങളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരുടെ ചില അഭിപ്രായങ്ങളും പ്രസക്തമാവുമായിരുന്നു. ഇത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത്, ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ സമൂഹം ഏതെങ്കിലും തരത്തിൽ വിധി എഴുതാനോ മാർക്കിടാനോ ഞാൻ ശ്രമിക്കുന്നതേയില്ല. അങ്ങനെ ആരും തെറ്റായി ധരിക്കരുത്. മറിച്ച് ചിലപ്പോൾ നമ്മുടെ ചില പ്രാഥമികമായ നിരീക്ഷണങ്ങളും ചില അഭിപ്രായങ്ങളും അത്രയേ ഉള്ളൂ. അത് അങ്ങ് അനാദികാലത്തേക്ക് ശരിയായിരിക്കുമെന്നൊന്നുമില്ല. നമ്മുടെ ചില തോന്നലുകൾ അതായിരിക്കും ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ടാവും. ഈ വിഭാഗം, പ്രായത്തിൻ്റെ കാര്യമെടുത്താൽ ഈ ഒരു വിഭാഗമാണ് വേണമെങ്കിൽ ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് പറയാവുന്ന ഒരു വിഭാഗം. എല്ലാം വസന്തകാലമാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാലും കൂടുതൽ ചലനാത്മകമായ, കൂടുതൽ ഊർജ്ജസ്വലതയുള്ള ഒരു ജീവിത ഘട്ടമാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ വളരെ സുദീർഘമായ ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരദേശാഭിമാനികളായ രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികളുടെ ഒരു ആകെ വിവരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ 3 വോള്യങ്ങളുള്ള ഒരു പുസ്തക ത്രയം പുറത്തിറക്കുകയുണ്ടായി. അതിലിങ്ങനെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ പോരാളികളുടെ പേര് വിവരം മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ അത് പരിശോധിച്ചിട്ടൊരാൾ പറഞ്ഞത് അതിൽ 90% ആളുകളുടെ പ്രായം 25 വയസ്സിൽ താഴെയാണ് എന്നതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളിൽ, ദേശാഭിമാനികളിൽ മഹാഭൂരിപക്ഷവും 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു എന്നാണ്. പക്ഷെ അത് ഇന്ത്യയുടെ മാത്രം അനുഭവമല്ല. ലോകത്തിലെ എല്ലാ വിമോചന പോരാട്ടങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്വന്തമെന്ന വാക്കുമറന്ന് സമരമുഖങ്ങളിൽ അർപ്പണ മനോഭാവത്തോടെ, സമർപ്പിത മനസ്സോടെ കടന്നു വന്ന വലിയൊരു വിഭാഗം ഈ ഒരു പ്രായഗണനയിൽപ്പെട്ടവരായിരുന്നു എന്ന് കാണാം. വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിക്കുമ്പോഴും മാർക്സ് മാനിഫെസ്റ്റോ എഴുതുമ്പോഴും പ്രായം 30ആണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം, നമുക്ക് പറ്റും. ചങ്ങമ്പുഴ രമണൻ എഴുതുന്നത് 25-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഈ തീക്ഷ്ണമായ സ്വപ്നങ്ങളും ചിന്തകളും പ്രതിഷേധവും എല്ലാം ഉള്ള ഒരു പ്രത്യേക വിഭാഗമാണിത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, ചരിത്രത്തിലൊക്കെ ഉണ്ടാവും. നമ്മുടെ കാലം തീക്ഷ്ണമായ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഇതൊരു വിമോചന പോരാട്ടത്തിൻ്റെ കാലം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പലരും ഒരു 2ാം സ്വാതന്ത്ര്യ സമരം എന്ന പ്രയോഗങ്ങളൊക്കെ നടത്തുന്നൊരു കാലമാണ്. നമ്മുടെ രാജ്യം ചരിത്രത്തിലെ തന്നെ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിലെ വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലമാണ്. ഇന്ത്യൻ ഭരണഘടനയും അടിസ്ഥാന മൂല്യങ്ങളും ഒക്കെ വെല്ലുവിളിക്കപ്പെട്ടൊരു കാലമാണ്. അപ്പോൾ കുറച്ച് തീക്ഷ്ണമായ സാമൂഹ്യ ഇടപെടലുകൾ ഈ വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ തെറ്റു പറയാനാവില്ല. എന്നാൽ ആ നിലയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു വിലയിരുത്തൽ. എല്ലാവരും യോജിക്കുമോ ആവോ? യോജിക്കണം നിർബന്ധമില്ല. പക്ഷേ കുറേ കൂടി സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ജൻസി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും നമ്മുടെ സമൂഹം ന്യായമായും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്രയും മാത്രം പറഞ്ഞ് ഇപ്പം ഞാൻ നിർത്തുകയാണ്. ഉറപ്പായും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും സംസാരത്തിൻ്റെ തുടർച്ചയിൽ തന്നെ എനിക്കൊന്ന് കുറച്ച് കൂടുതൽ സമയമെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ മുന്നിലിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉന്നയിക്കാനുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൂടി നീക്കി വെക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ നമ്മളീ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാമൂഹ്യ ഇടപെടലിൻ്റെ കാര്യത്തിൽ ഈ രാഷ്ട്രീയമായി ഇടപെടേണ്ട, അനിവാര്യമായ ഇടപെടലുകൾ നടത്തേണ്ട സമയത്ത് പലതരത്തിലുള്ള മുൻമാതൃകകൾ നിൽക്കുമ്പോഴും ഉറപ്പായും സാമൂഹികമായ അനീതിയുടെ കാര്യത്തിൽ അവരുടേതായ ഇടങ്ങളിൽ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങളും ഇടപെടലും ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള യൂത്തിനെ കാണാം. അല്ലെങ്കിൽ അവർ കലാലയങ്ങളോ അവരുടെ ജോലി സ്ഥലങ്ങളോ ആയി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ കാണാം.
പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലം അല്ലെങ്കിൽ ചരിത്രത്തിലെ നിർണായക സന്ദർഭങ്ങൾ എടുത്തുമ്പോൾ അതേ കനലുള്ള അല്ലെങ്കിൽ അതേ ഊർജവും ആർജവും പ്രാപ്തിയുള്ള ആളുകളാവാൻ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് എല്ലാ മേഖലകളിൽ നിന്നും ഉണരാറുണ്ടത്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ്റെ ലാക്ക്, കുറവ്, അല്ലെങ്കിൽ ഇവരെ ഈ രീതിയിലേക്ക് പാകപ്പെടുത്തുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടെ ഒരു പരമ്പരാഗത സമീപനം ഉണ്ടായി അതിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അതിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി മാതൃക എടുത്തിട്ട് ചിന്തിച്ചാൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു വീഴ്ച അവരെ കൃത്യമായി പിന്തുടർന്ന് ഇതിലേക്ക് ആനയിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിൽ ഒരു പരമ്പരാഗത രീതിയാണ് പിന്തുടർന്നത്, അതിൽ കുറച്ചുകൂടി മാറിയ സമീപനം വേണ്ടിയിരുന്നു, അത്തരൊരു തോന്നലുണ്ടോ? വളരെ പ്രസക്തവും ശരിയായതുമായ നിരീക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കപ്പെടും, അല്ലെങ്കിൽ പെടേണ്ടതാണ് എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ വെള്ളം കിടക്കാത്ത അറകൾ എന്ന പോലെ എല്ലാം വേറിട്ട് നിൽക്കുകയല്ല, എല്ലാറ്റിനും പരസ്പര ബന്ധമുണ്ട്. ആ പരസ്പര ബന്ധത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് എല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു പ്രത്യേക പ്രായഗണനയിലുള്ള വിഭാഗം, ആ വിഭാഗത്തിൻ്റെ സ്വപ്നങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ സ്വാധീനിക്കുകയും ഒരു വേള അതിൻ്റെ ഗതിയെ നിർണ്ണയിക്കുക തന്നെ ചെയ്യുന്നത് അവർക്ക് ചുറ്റുമുള്ള സമൂഹമാണ്, ആ സമൂഹത്തിൻ്റെ സ്വാധീനമാണ്. ആ സമൂഹത്തിൻ്റെ ഭാഗമായി അവരുടെ കുടുംബം വരും, രക്ഷിതാക്കൾ വരും, കുടുംബം വരും, രാഷ്ട്രീയ പാർട്ടികൾ വരും, മതസ്ഥാപനങ്ങൾ വരും, എല്ലാം വരും. അതിൻ്റെ എല്ലാം പ്രതിഫലനം ഈ വിഭാഗത്തിലുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇടപെടലുകളുടെ കൂടി ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ഉൽപ്പന്നമാണ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്നൊരു പ്രത്യേകത, ഈ പ്രായഗണനയിൽപ്പെട്ടവർ ജനിച്ചു വളർന്നതെല്ലാം അണുകുടുംബങ്ങളിലാണ്. കേരളത്തിൽ ഒരു അണുകുടുംബ ജീവിതം യാഥാർത്ഥ്യമായതിന് ശേഷം ജനിച്ചു വളർന്ന് മുന്നോട്ട് വന്ന ആളുകളാണ്. അവരുടെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? ഈ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൻ്റെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? നമ്മളെ തന്നെയോ നമ്മുടെ മുൻപുള്ളവരെയോ ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ യൗവനകാലത്ത് തീക്ഷ്ണമായ സ്വപ്നങ്ങളെയും മുദ്രാവാക്യങ്ങളെയും മുറുകെ പിടിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ജെൻസിയുടെ രക്ഷിതാക്കളായതിനു ശേഷം അവരുടെ സ്വപ്നങ്ങൾക്ക് ചുരുക്കം സംഭവിച്ചുവോ എന്നൊരു സംശയമുണ്ട്. അത് അണുകുടുംബമായതിൻ്റെ ഭാഗമായി വന്ന ഒരു മാറ്റം. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങൾക്ക് ചുരുക്കം സംഭവിച്ചപ്പോൾ, ഇപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ പറയാൻ കഴിയുന്നൊരു കാര്യം, MBBS കേരളത്തിൽ എത്ര സീറ്റുണ്ട്? എനിക്ക് തോന്നുന്നു, കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ കണക്ക്, ഒരു 5000-ൽ താഴെ ആയിരിക്കും. ആണോ? നിങ്ങൾക്കായിരിക്കും അറിയുന്നുണ്ടാവുക, രക്ഷിതാക്കളൊക്കെ ധാരാളം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എത്ര കുട്ടികളാണിപ്പോൾ അതിൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത്? പാലയിലും പരിസരങ്ങളിലും, പാലല്ല, ഇപ്പോൾ കേരളത്തിലാകെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നീ ഒരു ഡോക്ടറാകുന്നതാണ് എന്ന് ആരാണ് അവനെ പഠിപ്പിച്ചത്, അവളെ പഠിപ്പിച്ചത്? ഒരു എഞ്ചിനീയർ ആകുന്നതാണ്, അല്ലെങ്കിൽ ഒരു കളക്ടർ ആകുന്നതാണ്, ഇതാണ് എന്ന് നിശ്ചയിച്ചു കൊടുത്തതാരാണ്? അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയച്ചതാരാണ്? ആ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു ജ്വരം പോലെ കേരളത്തിലാകെ പടർന്നു പിടിച്ചു. ഒരർത്ഥത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പല്ലേ? ആധുനിക കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ മാറിയ ഒരു കാലത്ത് അവിടേക്ക് നിർബന്ധപൂർവം സമ്മർദ്ദം ചെലുത്തി അഭിരുചികൾക്കോ താല്പര്യത്തിനോ കഴിവിനോ ഒരു പരിഗണനയും കൊടുക്കാതെ തള്ളിവിട്ടത് ജെൻസിയല്ല, അവരുടെ രക്ഷിതാക്കളാണ്. അപ്പോൾ നമ്മളിതും കാണേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ പരാമർശിച്ച എല്ലാ ഘടകങ്ങളും, അതിൽ രാഷ്ട്രീയ നേതൃത്വം, മറ്റ് സാമൂഹ്യ ഘടകങ്ങൾ, സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി, നമ്മുടെ മാധ്യമങ്ങളെല്ലാം വിമർശനപരമായി നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം സ്വാധീനം ഏറിയോ കുറഞ്ഞോ ഈ വിഭാഗത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് സമൂഹം കുറെ കൂടി പ്രതീക്ഷിക്കുന്നു ചരിത്രാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് ആദ്യഘട്ടത്തിൽ ഞാൻ പറയുമ്പോഴും അതിന് ഞാനൊരിക്കലും ഈ വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. അത് അവർക്കെതിരായൊരു വിമർശനമല്ല. എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഈ ജെൻസിയുടെ രക്ഷിതാക്കൾക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പൊതുവിമർശനമാണ്. ഒരു പൊതുവിമർശനം ഞാൻ മുൻപോട്ട് വെച്ചാണ്. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ ഈ ഒരു വിഭാഗത്തെ മാത്രം നമുക്ക് എടുത്ത് പരിശോധിക്കാൻ പൂർണ്ണമാവില്ല. നമ്മുടെ ചർച്ചയിൽ എന്തായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആദ്യ ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് അപ്പോഴേ അങ്ങ് വിശദീകരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഈ ഇതിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നല്ലൊരു ശതമാനം
രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളുമെല്ലാം അവരുടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹികമായ ഇടപെടലും ജനകീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ സമരങ്ങളുടെയൊക്കെ ഭാഗമാക്കാവുന്നതാണ്. പലപ്പോഴും പറയുന്നത് നമ്മളുടെ ഒരു ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സന്ധികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പുതുതലമുറയെ നമ്മൾക്ക് അതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ ഒരു പരമ്പരാഗതത്വം, അവിടെ ഒരു ഈ പറഞ്ഞ ഒരു സെക്കൻഡറി ആയിട്ടുള്ളൊരു രക്ഷാകർതൃത്വ സ്വഭാവം അവിടെ വരുന്നു. ഒരു പാരൻ്റൽ കൺട്രോൾ പോലെ തന്നെ അവിടെയും അങ്ങനെ തന്നെ ഒരു ഡിസൈനിലേക്കാണ് അവർക്ക് വരേണ്ടി വരുന്നത്. കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യാഭിവാജ്ഞയുള്ളവരെ ആ രീതിയിലേക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി പുതുതലമുറയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടതുണ്ട്. അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ, അവരെ ഉൾക്കൊള്ളുന്ന രീതി അല്ലെങ്കിൽ അവരോടുള്ള ആശയവിനിമയത്തിൻ്റെ രീതിയിൽ ഒരു മാറ്റം, കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുകൂടി പറയാനാവുമോ? 2-3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പുതിയ തലമുറയും, നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും പുതിയ തലമുറയുടേത് കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും എല്ലാ പാർട്ടികളും, ഞാനിപ്പോൾ ഇങ്ങനെയൊരു ചർച്ചയിൽ മറ്റ് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളിലേക്ക് ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനത്തിന് തുനിയുന്നില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പുതിയ തലമുറയുടേത് കൂടിയാണ് ഈ പാർട്ടി എന്ന് പുതിയ തലമുറയ്ക്കും ബോധ്യമാകുന്ന തരത്തിൽ പ്രവർത്തന പന്ഥാവ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അത് ആ അർത്ഥത്തിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് മുന്നോട്ട് പോകേണ്ടി വരും. ഒപ്പം ഈ പറയപ്പെടുന്ന പുതിയ തലമുറയും അവരുടേതായ പ്രക്ഷോഭ രീതികളും അവരുടേതായ മുദ്രാവാക്യങ്ങളും കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ ഘട്ടത്തിലും പുതിയ സമരരൂപങ്ങൾ ലോകത്തിൽ പല ഭാഗത്തും വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിലാണെന്ന് തോന്നുന്നു, ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് തെരുവിൽ നിന്ന് അല്ലേ, അതിന് പിന്നെ നിൽപ്പ് സമരം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലും ചില മറ്റേ അനുകരണങ്ങളുണ്ടായി. അപ്പോൾ അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ അവിശ്വസനീയമായ സമരരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് ചരിത്രം നിരീക്ഷിക്കുന്നവർക്ക് കാണാൻ പറ്റും. എന്തായാലും പുതിയ തലമുറ അവരുടേത് കൂടിയാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, നേരത്തെ പറഞ്ഞ നമ്മൾ നവസമരങ്ങൾ എന്ന് വിളിക്കുന്ന സംഗതിയിലൊക്കെ യുവതയുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിലൊക്കെ കണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പരമ്പരാഗത ശൈലിയില്ല അതിൻ്റെ കൂട്ടായ്മയ്ക്ക്, ആ സംഘടനത്തിന്. ഞാൻ നവസമര സ്വാധീനം, നിൽപ്പ് സമരം അടക്കമുള്ള ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആസൂത്രണമോ ആലോചനയോ പിന്തുണയോ ഒന്നും പങ്കാളിത്തവും ഇല്ലാത്ത സമരങ്ങൾക്ക്. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട അണികളോ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാവുന്നു എന്നുള്ള സംഗതിയുണ്ട്. ഈ യുവതലമുറയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് അവരേതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണകൂട വിയോജിപ്പ് പ്രകടമാക്കുന്നൊരു സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ അവരുടെ ഇടപെടലില്ലെങ്കിൽ പോലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമുക്ക് വിശാലാർത്ഥത്തിൽ പറയാവുന്നൊരു സംഗതി വരുന്ന സമയത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തുന്ന യുവതയെ കാണാം. ഒരു പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്ന സംഗതികളിൽ പോലും ചില മേഖലകളിൽ ചില സംഗതികളിലൊക്കെ ആദ്യം ചുവട് വെക്കുന്ന ഈ പറയുന്ന യുവതയെ കാണാം. ഇതിന് തൊട്ട് മുമ്പുള്ള മോദി സർക്കാരിൻ്റെ കാലത്ത് കുറച്ചുകൂടി ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് ഉയർന്ന ക്യാമ്പസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. JNU ആണെങ്കിലും ജാമിയ മിലിയ ആണെങ്കിലും അതുപോലത്തെ ക്യാമ്പസുകൾ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടൊക്കെ മാറുന്നതുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഇവിടുത്തെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ നിരോധനം അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ശൈലി മറ്റൊന്നും കൂടി പറയാം. അത് കലാലയ രാഷ്ട്രീയത്തിൻ്റെ രീതി വ്യത്യാസം, അത് കലാലയത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളുകളുടെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയത് വലിയ തോതിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അതൊരു തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? ഇതിൽ ഈ കലാലയങ്ങളിൽ നിന്നാണ് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട പല പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കൊടുങ്കാറ്റ് കൂടുവെച്ച കലാലയങ്ങൾ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. മഹത്തായ പല സമരങ്ങളും. ആ സമരങ്ങളുടെ ഒരു പ്രത്യേകത എല്ലാ സങ്കുചിതത്വങ്ങളെയും ഭേദിക്കാൻ കഴിയുന്ന ഒരു ജീവിതഘട്ടം കൂടിയാണ് ഈ പറയപ്പെട്ട നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രായത്തിൻ്റെ ആ ഒരു വിഭാഗം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ചരിത്രത്തിലെ മഹത്തായ ഒരു ഉദാഹരണമാണ് 1970 തന്നെയാണെന്ന് തോന്നുന്നു, വിയറ്റ്നാമിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ ക്യാമ്പസുകളിലും അമേരിക്കക്കെതിരായ പ്രതിഷേധം ശക്തിപ്പെട്ടു.
ലോകത്തിലെ ക്യാമ്പസുകളാണ് സത്യത്തിൽ വിയറ്റ്നാമിന് ഐക്യദാർഢ്യവുമായി അമേരിക്കക്കെതിരായ ഒരു മഹത്തായ ആഗോള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം അതിലേറ്റവും ആവേശോജ്വലമായൊരു മുഹൂർത്തം അത് അമേരിക്കയിലായിരുന്നു എന്നതാണ്. അമേരിക്കൻ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അമേരിക്കക്കെതിരായി സമരരംഗത്ത് വന്നു. നമ്മൾ ആലോചിക്കണം, സ്വന്തം രാജ്യം തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വന്നപ്പോൾ ലോകം മുഴുവൻ അതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥികളാണ്. അവർ വിളിച്ച മുദ്രാവാക്യം മാതൃരാജ്യത്തിനെതിരായിട്ടാണ്. തെറ്റ് ചെയ്താൽ സ്വന്തം രാജ്യത്തെയും ഞങ്ങൾ തള്ളിപ്പറയും എന്ന നിലപാട് അമേരിക്കൻ ക്യാമ്പസുകൾ സ്വീകരിച്ചു. അന്നാണ് ഓഹിയോയിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ വിരുദ്ധ പ്രകടനത്തിന് നേരെ സൈന്യത്തിന് നിറയൊഴിക്കേണ്ടതായി വന്നു. 4 വിദ്യാർത്ഥികളാണ് അന്ന് അവിടെ രക്തസാക്ഷിത്വം വരിച്ചത്. സ്വന്തം രാജ്യത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ സ്വന്തം രാജ്യത്തെ സൈന്യത്തോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു സമരാനുഭവമാണ് അമേരിക്കയിലെ അനുഭവം. ഇത് സത്യത്തിൽ അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഒരർത്ഥത്തിൽ എല്ലാ സങ്കുചിത വികാരങ്ങളെയും സങ്കുചിത ദേശീയതയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന അഗ്നി ഈ വിഭാഗത്തിന്, വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്കുണ്ട് എന്നതാണ് ചരിത്രത്തിലുടനീളമുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആദ്യ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ പല ക്യാമ്പസുകളിലും ഏറിയോ കുറഞ്ഞോ ഉള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി ഫാസിസ്റ്റ് ചിന്താഗതികൾക്കെല്ലാം എതിരായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് വസ്തുതയുമാണ്. ഞാനിപ്പോൾ വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും പ്രതികരണങ്ങളുടെ അഭാവത്തെയോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാർക്കിടാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ചെറിയ നിരീക്ഷണം, ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ നവമാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് അല്ലേ? ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. നവമാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവമായി ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വേഗം ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക അല്ലേ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെയൊക്കെ വളരെ വേഗം കടന്നു പോവുകയാണ് ചെയ്യുക. റീലുകളൊക്കെയാണ് ഒരു തരംഗം. റീലെന്ന് പറഞ്ഞാൽ സമയദൈർഘ്യം വളരെ കുറവായിരിക്കും. എത്രയാ സാധാരണഗതിയിൽ? 30 സെക്കൻഡോ ആണോ? 1 മിനിറ്റ് വരെ, 1 മിനിറ്റിൽ താഴെ അല്ലേ? വളരെ ചെറിയ സമയദൈർഘ്യം ഉപയോഗിച്ച് ഇങ്ങനെ അതിവേഗതയിൽ കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആഴത്തിലുള്ള പരിശോധനയ്ക്കോ വിശകലനത്തിനോ സന്നദ്ധമാകാത്ത ഒരു മാനസികാവസ്ഥ നവമാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അങ്ങനെ ആണെങ്കിൽ ഗണ്യമായ സമയം നവമാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്വാഭാവികമായും പ്രതികരണങ്ങളെയും മനോഭാവത്തെയും ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് ചിലപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗത്തിൻ്റെ സാമൂഹ്യ ഇടപെടലുകളിൽ സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ മഹാപ്രളയം വന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മുൻപിൽ അന്ന് ചെറുപ്പക്കാർ കടന്നു വന്നു. അപ്രതീക്ഷിതമായിരുന്നു അത്. കേരളത്തിലെമ്പാടും അത് ശ്ലാഘിക്കപ്പെട്ട ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷ ബാക്കി വയ്ക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുതുതലമുറയുമായി ബന്ധപ്പെട്ട വിവിധതരം സർവേകൾ അത് രാജ്യത്തിനകത്തും പുറത്തൊക്കെ നടക്കുന്ന സമയത്ത് ഈ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ചോദ്യങ്ങളോ വരുന്ന സമയത്ത് നല്ലൊരു ശതമാനം പേരിൽ, അതിൽ ഈ പറഞ്ഞ സർവേയിലെ ഒരു ഭൂരിഭാഗത്തിൽ നിന്ന് വരുന്നത് ഭരണകർത്താക്കളെല്ലാം നല്ലൊരു പങ്കും അഴിമതിക്കാരാണ്, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിയുടെ പങ്ക് പറ്റുന്നതാണ്. അപ്പം അഴിമതി, കറപ്ഷൻ അവരുടെ പ്രൈമറി കൺസേൺ ആവുന്നു. അതിൽ തന്നെ ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു അഴിമതിയുടെ കളമായി ഉയർന്നു. ഉറപ്പായും മാധ്യമനിർമ്മിത പൊതുബോധത്തിൻ്റെ ഒരു സംഗതി അതിൽ കിടപ്പുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന പൊതുബോധമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത്തരം മുൻവിധികൾ കൂടി പരിഹരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത്തരം മുൻവിധികളെ കൂടി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു പോരായ്മയല്ലേ? ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോലെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ അകലം കൂടുന്നു എന്നുള്ളൊരു പ്രശ്നം, അതൊരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നില്ലേ? അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതിക്കാരാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. 1. 2 ഭാഗമുണ്ട് അതിന്.
ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പേരായിരുന്നു സുഖറാം. ഇന്നിപ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ നോട്ട് കെട്ടുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഉണ്ട്. സുഖറാം അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീടൊരു 10-12 വർഷം പുറകിലേക്ക് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണങ്ങളുടെ ഒരു കാലമായിരുന്നു. ആദർശ് ഫ്ലാറ്റ്, കോമൺവെൽത്ത് ഗെയിംസ്, 2G സ്പെക്ട്രം, KG ബേസിനിലെ കൽക്കരി ഖനനം, ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ കുറേ കിട്ടും. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികൾ. അപ്പോൾ 3 ലക്ഷം കോടിയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഴിമതി വന്നു. അത് എഴുതാൻ തന്നെ പ്രയാസപ്പെട്ടു. 3 എഴുതിയിട്ട് 12 പൂജ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് അഴിമതി വന്നത്. നമ്മുടെ സുരേഷ് കൽമാടി ജയിലിലടക്കപ്പെട്ടു. കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞപ്പോൾ സുരേഷ് കൽമാടി ജയിലിലടക്കപ്പെട്ടു. 40,000 കോടിയുടെ അഴിമതിയാണ് അന്ന് വന്നത്. അപ്പോൾ അഴിമതി എല്ലാ ദിവസവും വാർത്ത അഴിമതിയായിരുന്നു. അഴിമതിക്കെതിരായ ഒരു ചിന്താഗതി അന്ന് രാജ്യത്ത് ശക്തിപ്പെട്ടു. സത്യത്തിൽ ആ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുകയും വർഗീയമായി പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഉൽപ്പന്നമായാണ് 1ാം മോദി സർക്കാർ വരുന്നത്. അതാണ് പശ്ചാത്തലം. അപ്പോൾ നമ്മൾ എന്നും വാർത്തകൾ ഇത് കാണുമ്പോൾ ഈ അഴിമതി, ഇത് എന്നും അഴിമതിയാണല്ലോ എന്നൊരു സംഗതി വരും. അത് ജനങ്ങളെ സ്വാധീനിക്കും ആ വാർത്തകൾ, സംശയമില്ല. എന്നാൽ അതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടിയുണ്ട്. എന്താണ് അഴിമതി എന്നുള്ളൊരു ഭാഗമുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു കുംഭകോണമാണ്. അത് അഴിമതിയുടെ ഒരു ഉയർന്ന തലമാണ്. എന്നാൽ കുട്ടികളെ നന്നായി പഠിപ്പിക്കാത്തൊരു അധ്യാപകൻ അഴിമതിക്കാരനാണ്. 2 തവണ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓഫീസിലേക്ക് ഒരു സാധാരണക്കാരനെ നടത്തിക്കുന്ന വില്ലേജ് ഓഫീസർ 1ാം തരം അഴിമതിക്കാരനാണ്. 50 രൂപ ആളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ശേഷം അത് ശരിയാക്കി കൊടുക്കുന്ന പിയൂൺ അഴിമതിക്കാരനാണ്. എന്ന് വേണ്ട, സമൂഹത്തിൽ ഞാനിപ്പോൾ ജീവനക്കാരുടെ കൂടുതലായി പറഞ്ഞു, അങ്ങനെയല്ല, വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്ത ഏതൊരാളും ഒരർത്ഥത്തിൽ അഴിമതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പണം പ്രതിഫലമായിക്കൊള്ളണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ അതൊരു സാമൂഹ്യമായി ഗ്രസിച്ചിട്ടുള്ള ഒരു രോഗമാണ് അഴിമതി. അതിനെതിരായി വലിയ ബോധവൽക്കരണവും വലിയ പോരാട്ടവും സത്യത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ്. അതാണ് അഴിമതിയുടെ ഒരു പൊതു വശം. എന്നാൽ അധികാരത്തിലെത്തുന്ന ഭരണകർത്താക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ കുംഭകോണങ്ങൾ, അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരായി ഒരു പൊതുബോധം വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിലല്ല ഈ ചർച്ചകളും ഈ റിപ്പോർട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് അഴിമതിയെക്കുറിച്ച് അത്ര ചർച്ച നടക്കുന്നില്ല. എന്നാൽ അഴിമതി നടക്കുന്നില്ലേ? ഇപ്പോൾ റാഫേൽ വിമാന ഇടപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ, ഇന്നോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അഴിമതിയല്ലേ? വ്യാപം വലിയൊരു അഴിമതിയല്ലേ? എത്ര അഴിമതികൾ വരുന്നുണ്ട്. ഒരു പ്രത്യേകത, അഴിമതി ഒരു വാർത്തയല്ലാതായി മാറി എന്നതാണ് ഒരർത്ഥത്തിൽ വന്നിട്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ജനങ്ങളുടെ ഇടയിൽ അത് അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഇപ്പോൾ മാറിപ്പോയോ എന്നും സംശയമുണ്ട്. അഴിമതി അവസാനിക്കുകയല്ല, മറിച്ച് അഴിമതി വാർത്തയല്ലാതായി മാറുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ചില മുൻവിധികൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്തു. ചില മുൻവിധികൾ രൂപപ്പെടുകയും ചെയ്തു. ആ മുൻവിധികൾക്ക് ചില സംഭവങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ടാവാം. പക്ഷേ അത് ആണ് അവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന നിഗമനത്തിലെത്തിക്കൂടാ. ഏത് രംഗത്തും ഉണ്ടാകാവുന്ന മാലിന്യം രാഷ്ട്രീയത്തിലുമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെതിരായിട്ടുള്ള പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ സത്യത്തിൽ യുവജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, DC-യുടെ ഇങ്ങനൊരു വേദി ആയതുകൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഞാനിവിടെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോൾ വലിയ ഒരു അഴിമതിക്ക് നേതൃത്വം കൊടുത്ത് ചരിത്രമുള്ള ഒരു പാർട്ടിയിലെ അംഗമോ അല്ലെങ്കിൽ പ്രവർത്തകനോ ആണെങ്കിൽ പോലും ആ അഴിമതിക്കെതിരായുള്ള പോരാട്ടം നിങ്ങൾ അവിടെ നടത്തുക എന്ന് മാത്രമേ എനിക്ക് ഒരു പൊതുവായ അഭിപ്രായം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഇതിലോട് കണക്ട് ചെയ്തു. ഇപ്പം നേരത്തെ അഴിമതി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, എല്ലാ കാലത്തും ഇപ്പോൾ ഇന്ത്യൻ യുവതിയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തൊഴിലില്ലായ്മയുണ്ട്. രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടാവുന്ന സമയത്ത് പോലും ഭരണകർത്താക്കളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു ഓഫറിംഗ് ആയിട്ട് രാജ്യത്തെ അഭിമാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാം, ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കൂ എന്ന് ഈ തൊഴിൽ, ഏറ്റവും കൂടുതൽ തൊഴിൽ തരാം എന്നുള്ളൊരു ഓഫർ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഈ ലാസ്റ്റ് അമേരിക്കൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർവേ നോക്കുവാണെങ്കിലും
ഇന്ത്യയിലെ മോഡി വീണ്ടും തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ടൊരു സർവേ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ തൊഴിൽ രഹിതരായ ആളുകൾ അവർ നേരിടുന്ന വലിയ തോതിലുള്ള അരക്ഷിതത്വം, നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുവാണെങ്കിലും എത്രയോ പേർക്ക് തൊഴിലിൻ്റെ ആവശ്യത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പുറത്തേക്ക് പോകേണ്ടി വരികയാണല്ലോ. അപ്പോൾ ഈ പുറപ്പെട്ടു പോകുന്നൊരു യുവത, അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനത്തിനോ ഇടമായിട്ട് അവരുടെ ഈ പറയുന്ന എന്താ പറയുക അവരുടെ തട്ടകം മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? ഇതിൽ രണ്ട് ഭാഗമായിട്ട് എടുക്കാം. ഒന്ന്, തൊഴിൽ തേടിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ആയിട്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവർ, വേണമെങ്കിൽ നമുക്ക് അതിനെ പ്രവാസം എന്നൊക്കെ വിളിക്കാം. ഞാനതിനെതിരല്ല. കാരണം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിലെമ്പാടും അങ്ങനെ ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളിയെ കാണാം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല, പലതുകൊണ്ടും. ഒന്ന്, ലോകാനുഭവങ്ങൾ ലോകപരിചയമൊക്കെ നേടുന്നത് നല്ല കാര്യമാണ്. രണ്ട്, പുറത്തേക്ക് ഒരാൾ തൊഴിൽ തേടി പോകണമെങ്കിൽ അതിനവനെ പ്രാപ്തനാക്കിയ വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക്, അതൊരു നേട്ടമാണ്. അതുകൊണ്ടാണ് പുറത്തു പോകുന്ന പലർക്കും അവിടെ പിടിച്ചു നിൽക്കാനും പൊരുതി മുന്നേറാനും വിജയിക്കാനും കഴിയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി തൊഴിൽ തേടാൻ കഴിയും വണ്ണം അവളെ പ്രാപ്തയാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു എന്നതൊരു നേട്ടമാണ്. ഇനി വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് ലോകത്തിലെവിടെയും പോകാൻ കഴിയും വണ്ണം അടിത്തറ ഇട്ട് കൊടുക്കാൻ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു. അങ്ങനെ ഒരു മികവുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം, എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു, കേരളം കൂടൊഴിഞ്ഞു പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ല. അതൊക്കെ ഒരു പ്രതീതിയാണ്, അത് ശരിയല്ല. ആധികാരികമായ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രാജ്യം ഉപേക്ഷിച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പോലെ പുറത്തു പോകുന്നത് കേരളത്തിൽ നിന്നല്ല. അതിൻ്റെ ശതമാനം കേരളം അതിൽ പുറകിലാണ്. കേരളത്തെക്കാൾ മുന്നിൽ മറ്റ് ചില സംസ്ഥാനങ്ങളാണ് വിദേശ പൗരത്വം സ്വീകരിക്കുന്നതും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നതും പോകുന്നതുമൊക്കെ. പക്ഷെ മറിച്ചൊരു പ്രതീതിയാണ് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി തൊഴിലിൻ്റെ കാര്യത്തിലും ആ ഒരു കണക്ക് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സർക്കാർ ജോലി ഒരു സുരക്ഷിത ജോലിയാണെന്ന് പൊതുവെ ഒരു സങ്കല്പമുണ്ട് നമ്മുടെ നാട്ടിൽ. സർക്കാർ ജോലിക്ക് വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ആളുകളാണ് ഇപ്പോഴും കേരളത്തിൽ നല്ലൊരു പങ്കാളുകൾ. സർക്കാർ ജോലിയിൽ എയ്ഡഡ് അധ്യാപകരും പെടും, അവരും ആ വിഭാഗത്തെ തന്നെയാണ് നമ്മൾ പെടുത്തുന്നത്. പക്ഷെ ഞാനിവിടെ പറയുന്നവരെ കുറിച്ചല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ജോലി കൊടുക്കുന്നവർ. ഇപ്പോൾ രാജ്യത്തെ ഒടുവിലത്തെ കണക്ക് പുറത്തു വന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഇന്ത്യയിൽ 100 പേർക്ക് ഒരു വർഷം ജോലി കിട്ടുമ്പോൾ അതിൽ 60 പേർക്ക് കേരളത്തിലാണ് ജോലി കിട്ടുന്നത്. 60% PSC നിയമനങ്ങൾ കേരളത്തിലാണ്. എന്നാൽ കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? ഇന്ത്യൻ നോക്കുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ 3% ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. 2.59 ആണോ? കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും. 2.59 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമല്ല. പക്ഷെ 3-ൽ താഴെയാണെന്ന് തോന്നുന്നു. ജനസംഖ്യയുടെ 3% പോലും ഇല്ലാത്ത കേരളത്തിലാണ് ഇന്ത്യയിലെ PSC നിയമനങ്ങളിൽ 60% നടക്കുന്നത്. പക്ഷെ അതുകൊണ്ടും പരിഹരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ തൊഴിൽ ആവശ്യം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിൽ ആവശ്യം അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി തൊഴിൽ നേടട്ടെ, അവിടെ വിജയിച്ച് മുന്നേറട്ടെ, ആ ലോകാനുഭവങ്ങൾ അവർ സ്വായത്തമാക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കതിൽ ആശങ്കയില്ല. നമ്മുടെ രാജ്യം ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്നു ആളുകൾ എന്ന് വേവലാതിപ്പെടുന്നുമില്ല. അവർ ലോകാനുഭവങ്ങൾ നേടി അത് കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാവും എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഇനി ഓഡിയൻസിലേക്ക് കൂടി പോകേണ്ടതാണ്. അതിനു മുമ്പ് ഈ കുറച്ചുകൂടി പേഴ്സണലായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട്, ഇപ്പം നമ്മൾ ഈ റീൽസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴും സ്വരായിട്ടൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1000 പൂക്കളുടെ ഫോട്ടോയാണ്. നമ്മൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു യുവതലമുറ നേതാക്കളടക്കം നോക്കിയാൽ അറിയാം, സിനിമാ പാട്ടുകളടക്കമുള്ള പശ്ചാത്തലത്തിലുള്ള റീലും അത് കുറച്ചുകൂടി ഒരു റീൽ കൾച്ചർ, നമ്മൾ ഈ ജെൻസി എന്ന് പറയാവുന്നവരുടെ റീൽ കൾച്ചറാണ്. അപ്പോഴാണ് 1000ാമത്തെ ഒരു പൂക്കളുടെ പടം പോസ്റ്റ് ചെയ്തത് കാണുന്നത്. ഒരു വിദ്യാർത്ഥിയായിരിക്കെ തോന്നിയ കൗതുകത്തിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ ഒരു അനുയാത്രയിലാണല്ലോ ഇത്രയധികം ഒരു സമാന്തര യാത്ര രാഷ്ട്രീയ പ്രവർത്തനം പുറത്ത് നടത്തുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സോഷ്യൽ ടച്ച് പോയിന്റിനെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടി ഉപയോഗിക്കണമെന്ന് തോന്നില്ല? അങ്ങനെ ഒരു വ്യക്തിപരമായൊരു ഹോബി ആയിട്ട് കൂടി കൺസിഡർ ചെയ്യുന്ന സാധനമാണല്ലോ പൂക്കളുടെ പിന്നാലെയുള്ള ഈ പറഞ്ഞ യാത്ര. അല്ല, അതൊരു കൊച്ചു കാര്യമാണ്.
ഞാനിവിടെ പറയുന്ന വാക്കുകൾക്ക് ഈ പറയുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും എടുക്കരുത്. എന്താ വെച്ചാൽ എത്ര പറയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ് ഉപയോഗിക്കുക, അല്ലേ? അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ചില സന്ദർഭങ്ങളിൽ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാനത് ആ മീഡിയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. എന്നാൽ എല്ലാ ദിവസവും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളല്ല. അപൂർവമായിട്ടൊക്കെ എഴുതാറുള്ളൂ. അത് ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ്, പിന്നെ അത്ര മതി എന്ന ചിന്ത കൊണ്ട് കൂടിയാണ്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. അതങ്ങനെയാണ് വേണ്ടത്. അതിൽ ഒരാൾ ചെയ്യുന്നത് ശരിയും മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റുമല്ല. ഇപ്പോൾ ചില ആളുകൾ എല്ലാ ദിവസവും അവരുടെ ചിത്രം പോസ്റ്റ് ചെയ്യും. ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നതിനെതിരല്ല. അത് ഇപ്പം മനീഷ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ മനീഷിൻ്റെ ഇഷ്ടം. അതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അത് ഒരു തെറ്റുമില്ല. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഞാനത് ആദരാഞ്ജലികൾ അവരുടെ ഒരു ചിത്രം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സമീപത്ത് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്, ഇത് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിനൊക്കെ നല്ല വിമർശനങ്ങൾ എന്ന നിലയിൽ കാണുന്നേ ഉള്ളൂ. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് ചോദിച്ചു, ആ ആളും ഈ മരിച്ച ആളും ഞാനും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടിയില്ലേ, അതെന്താ ഇടാത്തത് എന്ന് ചോദിച്ചു. ഞാനങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ചോദിച്ചു, അതെന്തിനാണ് ഞാനും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ? ഞാൻ മരിച്ചിട്ടില്ലല്ലോ. മരിച്ചത് ഞാൻ ഫോട്ടോ ഇട്ട ആളല്ലേ. അപ്പം ഞാൻ മരിച്ചിട്ടില്ലല്ലോ മരിക്കുമ്പോൾ. അപ്പം നിങ്ങളല്ല, ഒരാൾ മരിച്ചാൽ ആ ആളുടെ ചെലവിലും കൂടി എൻ്റെ ഒരു ഫോട്ടോ കിടന്നോട്ടെ എന്ന് ഞാൻ എന്തായാലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇടുന്നവരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് ഓരോ ആളുകളുടെ വിലയിരുത്തലുകളും താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് അതിൻ്റെ വഴിയിൽ അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പൊതുവെ അങ്ങനെ കുറിപ്പുകൾ ഇട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ കുറിപ്പുകളൊന്നും ഇട്ടിട്ടില്ല. അതിൽ ഒരു പൂക്കളാണ് ഈ പറഞ്ഞ പോലെ ഇട്ടിട്ടുള്ളത്. 1000 പൂക്കൾ 1000 ആയപ്പോൾ അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല, ഇനി 7 മിനിറ്റേ ഉള്ളൂ. പൂക്കൾക്ക് വലിയൊരു ചരിത്രവും രാഷ്ട്രീയവും സാമൂഹ്യ സന്ദർഭങ്ങളിൽ സവിശേഷമായ ഇടവും ഒക്കെ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് അത് ഇട്ടിട്ടുള്ളത്. എന്നാൽ അത് മാത്രം ചിന്തിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഒരു പടം ഇടുന്നതിനേക്കാൾ നല്ലതൊരു പൂവിടുന്നതാണ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അത്ര ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഓഡിയൻസിലേക്ക് കൂടി ഓഡിയൻസ് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇത്രയും മനീഷ് ഇങ്ങോട്ട് ചോദിക്കാം, ഞാൻ മനീഷിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മനീഷ് പുതിയ കാലത്തെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. നവമാധ്യമം എന്ന് വിശേഷിപ്പിക്കുന്ന നവമാധ്യമ സങ്കേതങ്ങളിൽ അതിലെ ഒരു പ്രത്യേകമായ ധാരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനു മുൻപ് കൺവെൻഷണൽ മീഡിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളുമാണ്. ഇപ്പോൾ 2 മാധ്യമ പ്രവർത്തനത്തിൻ്റെയും അനുഭവം മനീഷിനുണ്ടാവും. അപ്പോൾ അത് തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലായിരിക്കും മനീഷ് ഏറ്റവും കൂടുതൽ സംതൃപ്തനായിട്ടുണ്ടാവുക? താരതമ്യേന മാനസികമായ സംതൃപ്തി എപ്പോഴാവും ഉണ്ടായിട്ടുണ്ടാവും? താരതമ്യത്തിനപ്പുറത്ത് ചോദിക്കുന്നത് സമ്പൂർണമായും സംതൃപ്തി എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, നാനാർത്ഥത്തിലും വിഗ്രഹാർത്ഥത്തിലും എല്ലാം കൂടി ഏറ്റവും സംതൃപ്തി അനുഭവിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലാണ്. അത് ഞങ്ങൾ കൂടി ഭാഗവാക്കായ ദ ക്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന മെയിൻ സ്ട്രീം ലെഗസി മീഡിയകൾ ഒരുപക്ഷെ ചെയ്യാനാകില്ല, ചെയ്യാൻ ശ്രമിക്കില്ല എന്ന് തോന്നുന്നത് ചെയ്യാൻ നമുക്കാകും. അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതുന്നിടത്ത് കൂടിയാണ്. അതാണ് സംതൃപ്ത ഘട്ടം, അത് മാത്രമാണ്. എൻ്റെ പേര് സഹൽ എന്നാണ്. ഞാൻ ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്ടിലാണ് പഠിക്കുന്നത്. 2ാം വർഷം LLB വിദ്യാർത്ഥിയാണ്. എൻ്റെ സംശയങ്ങൾ 2ആണ്. അതായത് ഒന്നിപ്പോൾ പറഞ്ഞു 60% ആളുകൾ PSC വഴി നിയമനം നടക്കുന്നുണ്ട് എന്ന്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ IAS വരുന്നത് ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ബീഹാറിൽ നിന്നാണ്. ഒരു വിമർശനമായിട്ട്, അതായത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകരാറിലാണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജെൻസി, ഞാൻ ഏറ്റവും ശക്തമായ രാഷ്ട്രീയം പറഞ്ഞു വരുന്ന ഒരു കോളേജിൽ നിന്ന് വരികയാണ്. ഞാൻ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ അത് കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഞങ്ങളെല്ലാം അരാഷ്ട്രീയവാദികളാണ് അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളാണ് ഞങ്ങളെ വിഭാഗത്തിൽ കൂടുതൽ, ജെൻസിയിൽ കൂടുതൽ എന്ന വിമർശനം അത് എവിടെ നിന്നായിരിക്കാം വരുന്നത്? വല്ല നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി ആരെങ്കിലും ഒരു ചെറിയൊരു കൂട്ടം പടച്ചുവിട്ട് സ്വാധീനിക്കുന്നതാണോ
എന്നൊരു സംശയം. ഞാനാണോ പറയുന്നത്? അല്ല, ഈ ആദ്യത്തെ ചോദ്യം പൊതുവിദ്യാഭ്യാസം കേരളത്തിൽ അപകടത്തിലാണോ എന്നാണ്. ഞാനങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല. മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരിടം തീർച്ചയായും കേരളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാചകം മാത്രം പറയാം. പൊതുവിദ്യാഭ്യാസം വിജയകരമാണോ എന്നതിൻ്റെ ആദ്യത്തെ അളവുകോൽ എത്ര പേരെ പൊതുവായ കുട്ടികളെ എത്ര ശതമാനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. കേരളത്തിൻ്റെ ഉത്തരം 100% എന്നാണ്. എന്ന് വെച്ചാൽ 5 വയസ്സായ ഒരു കുട്ടി സ്കൂളിൽ പോകാതെ കേരളത്തിൽ, ഒരു മലയാളി കുടുംബത്തിലെ 5 വയസ്സായ ഒരു കുട്ടി സ്കൂളിൽ പോകാതെ കേരളത്തിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്നില്ല. ഒരൊറ്റ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പരിശോധിക്കാം, 100%. അതാണ് ഏറ്റവും വലിയ വിജയം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ശബ്ദത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഈ അരാഷ്ട്രീയവാദികളാണ് അങ്ങനെ മുദ്ര കുത്തിയത് ആരാണ് അങ്ങനെ മുദ്ര കുത്തിയത് എന്നല്ലേ, അങ്ങനെ അടച്ചാക്ഷേപിച്ചത് അങ്ങനെയാണോ? ഞങ്ങൾ ഈ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞു വരുന്ന കുട്ടികളെ, ഈ വിഭാഗത്തെ ജൻസിയെ ആരാണ് ഈ അരാഷ്ട്രീയവാദികൾ എന്ന് മുദ്ര കുത്തുന്നത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അങ്ങനെ ആരെങ്കിലും മുദ്ര കുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ, മുദ്ര കുത്തപ്പെടുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ മുദ്ര കുത്തുന്നില്ല. ഞാനിവിടെ ആദ്യം പറഞ്ഞതും മാർക്കിടാനോ വിലയിരുത്താനോ ശ്രമിക്കുന്നില്ല. ഒപ്പം ചിലത് കൂടി പ്രതീക്ഷിക്കുന്നു എന്നൊരു വിമർശനപരമായിട്ട് വേണേൽ നിങ്ങളെ ഇത്തിരി പ്രകോപിപ്പിക്കാൻ പറഞ്ഞു എന്ന് കരുതിയാൽ മതി. നിങ്ങൾ അരാഷ്ട്രീയവാദികളാണെന്ന് ഞാൻ മുദ്ര കുത്താനോ അഭിപ്രായം പറയാനോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലതാനും, അങ്ങനെ ഇല്ല. മനീഷ് സാറോടാണ് ചോദ്യം. നിങ്ങൾ അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു കൺവെൻഷണൽ മീഡിയയിൽ വെച്ചിട്ട് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. സാറ് സ്വരാജ് സാറോട് ചോദിച്ചത് ഈ ജെൻസി ജനറേഷൻ ഉൾക്കൊള്ളേണ്ട രീതിയിൽ രാഷ്ട്രീയം മാറേണ്ടതില്ലേ എന്ന് ചോദിച്ചു. അതിൽ നിന്ന് വേറൊരു വ്യത്യസ്ത ചോദ്യമാണ്. സാർ ഒരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ ഈ ജെൻസി ജനറേഷൻ ഉൾക്കൊള്ളേണ്ട രീതിയിൽ മാധ്യമങ്ങളൊന്നും മാറേണ്ടതില്ലേ? ഈ ജെൻസി ജനറേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ മീഡിയ ആയി? എന്തുകൊണ്ടാണ് ഈ കൺവെൻഷണൽ മീഡിയാസ്, അതായത് രാവിലെ വരുന്ന പത്രങ്ങൾ വായിക്കുന്ന ജെൻസി ജനറേഷനിലെ കുട്ടികൾ എത്ര ഉണ്ടെന്ന് സാറ് നോക്കി നോക്കണം. ആരുമില്ല. ഈ രാത്രി അതല്ലാത്ത ഈ മീഡിയാസ് കാണുന്നത് എന്തുകൊണ്ട് മീഡിയാസ് കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനു കാണണം? ഈ സ്ത്രീവിരുദ്ധത മാത്രം പറയുന്ന ആളെ വന്ന് രാത്രിയിൽ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയും സ്ത്രീവിരുദ്ധതയും വർഗീയതയും മാത്രം പറഞ്ഞ് ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള ഓരോരോ കോപ്രായങ്ങൾ കാട്ടുന്ന ഒരു മീഡിയാസിനെ എന്തുകൊണ്ട് ഈ ജെൻസി ജനറേഷൻ കാണണം? അപ്പോൾ മാധ്യമങ്ങൾ മാറേണ്ടതില്ലേ ഈ ജെൻസി ജനറേഷൻ ഉൾക്കൊള്ളാൻ? അതാണ് സാറിനോട് ചോദിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മാധ്യമങ്ങൾ മാറിയില്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു വശത്ത് ആരാലും വായിക്കപ്പെടാതെ ആരാലും കാണാതെ ഇരിക്കും. ഈ പറയുന്ന പുതുതലമുറ പുതിയ സങ്കേതങ്ങളിലൂടെ മുന്നേറും. അതിൽ എനിക്കൊന്ന് പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഏറ്റവും മൂർച്ചയുള്ള വിമർശനങ്ങൾ, ഇപ്പോൾ നമ്മൾ റോസ്റ്റിംഗ് മറ്റങ്ങനെ പല മോഡലിൽ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ വരികയാണ്. നമ്മൾ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഹാപ്പനിങ്സിൽ നമ്മൾ ഭയങ്കര പിന്തിരിപ്പനം തോന്നുന്ന ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും രാഷ്ട്രീയ മൂർച്ചയോടെ പ്രതികരിക്കുന്ന ഘട്ടങ്ങളിൽ മീഡിയ വെല്ലുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഈ സോഷ്യൽ ടച്ച് പോയിന്റിലെ യൂത്തിൽ നിന്നാണ്. അതിലേറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന സ്റ്റാൻഡപ്പ് കോമഡി പോലത്തെ ഷോസ്. സ്റ്റാൻഡപ്പ് കോമഡി കാണിക്കുന്നത് അത് രാഷ്ട്രീയത്തിലാണ് അതിൻ്റെ പ്രതലവും, രാഷ്ട്രീയത്തിലാണ് അത് മുഴുവനായിട്ട് നിർമ്മിച്ചെടുക്കുന്നത്. അത് കൺവെൻഷണൽ മീഡിയ ചെയ്യുന്നത് അവർ ദൂരദർശൻ കാലം മുതലുള്ള ഒറ്റ ഡിസൈനിൽ, ഒറ്റ വാർപ്പിൽ, ഒറ്റ അച്ചിൽ മുന്നോട്ട് പോവുകയാണ്. അത് നിങ്ങൾ പറഞ്ഞതിന് തന്നെ അതിൽ ആൻസർ ഉണ്ട്. അതാരും കാണുന്നില്ലല്ലോ എന്നുള്ളത്. ആ തിരിച്ചറിവിലെങ്കിലും മാറി ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. ഞങ്ങളടക്കുന്ന മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ജാഗ്രതയും ശ്രദ്ധയും വേണം തന്നെയാണ് അഭിപ്രായം. നമസ്കാരം സാറ്. മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണ്. കാരണം സാറ് പറഞ്ഞു, അതായത് മികച്ച വിദ്യാഭ്യാസ അവസരങ്ങളും ജോലി അവസരങ്ങളും പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നുള്ളത്. പക്ഷേ അതിനോട് എനിക്കൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനുണ്ട്. ഞാൻ ഈ ഒരു എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അവരെ മൈഗ്രേഷനിലേക്ക് നയിക്കുന്ന കാര്യം വിദ്യാഭ്യാസത്തിനുള്ള ആഗ്രഹം പോലും അല്ല. ഏറ്റവും സത്യസന്ധമായി പറഞ്ഞാൽ അവർക്ക് നമ്മളെ നാടിലോടുള്ള വ്യവസ്ഥകളോടുള്ള വിയോജിപ്പും അതിൽ നിന്ന് വിട്ടുമാറാനും ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ പ്രവാസത്തിനുമായിട്ട് ഗൾഫിലേക്കുള്ള പ്രവാസമായിട്ട് ഇത് കമ്പയറബിൾ ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഗൾഫിലുള്ള പ്രവാസികൾ പോയവരെല്ലാവരും അവർ സമ്പാദിച്ച് നാട്ടിലേക്ക് പണം അയച്ച് കുടുംബം നോക്കാം എന്ന പ്രതീക്ഷയോടെയാണ് ഇന്റൻഷനോടെയാണ് പോകുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ UK-യിലേക്കും കാനഡയിലേക്കും മേജർലി പോകുന്ന ആളുകൾ മോസ്റ്റ്ലി അവർ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയല്ലേ പോകുന്നത്. അല്ലാതെ ഉയർന്ന വിദ്യാഭ്യാസം
ആഗ്രഹിച്ചു പോകുന്നവരുടെ എണ്ണം 1%-ലേക്കാളും കുറവാണ് എന്നാണ് കൃത്യമായ കണക്കല്ല. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ നമ്മൾ അത്ര ലഘൂകരിച്ച് കാണാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതികളോടുള്ള ഒരു പുറംതിരിഞ്ഞ് നിൽക്കൽ തന്നെയല്ലേ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുന്നില്ല, എനിക്ക് വിയോജിപ്പാണ്. മാത്രമല്ല, ഈ ശതമാനത്തിൻ്റെ കണക്കൊക്കെ നമ്മുടെ ഒരു അഭിപ്രായമാണ്, അല്ലാതെ ശാസ്ത്രീയമായ പഠനമല്ല. കേരളത്തോട് എന്തോ ഒരു വിരോധമുള്ളത് കൊണ്ട് ആളുകൾ രക്ഷപ്പെടുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാനിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ പ്രദേശങ്ങളിലെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളം വിട്ടുപോകേണ്ട ഒരു നാടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നവർ അവർ കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ എത്ര സ്ഥാപനങ്ങളാണ്, പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞിട്ടാണ് ആകർഷിക്കുന്ന കുട്ടികളെ. അപ്പോൾ പഠിച്ചുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യാം, അത് പൗണ്ടിലാണ്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ മുകളിലാണ്. അപ്പോൾ ഇതൊക്കെ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. മെച്ചപ്പെട്ട വരുമാനം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആകർഷക ഘടകം. ഞാൻ അങ്ങനെയാണ് ഇതിന് കാണുന്നത്. അങ്ങയുടെ അഭിപ്രായത്തെ മാനിക്കുന്നു, യോജിക്കുന്നില്ല. എൻ്റെ പേര് VP റാഷിദ്. ഞാൻ സ്വരാജ് സഖാവിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടു, കേവലം ഒരു പ്രിൻസിപ്പാളിൻ്റെ ക്യാബിനിൽ നടന്ന വിദ്യാർത്ഥിയും പ്രിൻസിപ്പാളും തമ്മിലുള്ള ഒരു സംഭാഷണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സാധാരണ നടക്കേണ്ട ഒരു കാര്യം, അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത് പുതുതലമുറയുടെ വിദ്യാഭ്യാസ രീതി, തലമുറയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ചോദ്യചിഹ്നമൊക്കെ ഇട്ട് വളരെ അപകടകരമായ ഒരു സമൂഹമായി വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റുന്ന രൂപത്തിൽ പൊതുവിൽ കേരളത്തിലെ പൊതുബോധം ചർച്ച ചെയ്യുന്ന രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കേവലം മാധ്യമങ്ങളുടെ പങ്കുമുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇത്തരം മുൻധാരണയോടുകൂടി കാണുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിൽ അധ്യാപക സമൂഹത്തിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും അത് എവിടുന്നോ പോയിട്ടുണ്ട്, ബോധപൂർവമല്ലാതെ. ഇത്തരം രീതിയിലുണ്ടാകുമ്പോൾ പുതുതലമുറയിലുണ്ടാകുന്ന ഈ ഹറാസ്മെൻ്റ്, മാനസികമായ പിരിമുറുക്കമൊക്കെ അവരുടെ വിദ്യാഭ്യാസ രീതിയെ പ്രതികൂലമായി ബാധിക്കില്ലേ? നിങ്ങൾ ഈ പരാമർശിച്ച സംഭവത്തിലെ വീഡിയോ അത് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് അധ്യാപകരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ വീഡിയോ കണ്ടു, അതാരാണ് പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീഡിയോ പ്രചരിച്ചതിൻ്റെ തുടർന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും വിചാരണയും വിധി കൽപ്പിക്കലും ഒക്കെ കണ്ടു. എനിക്കതിനോടൊന്നും യോജിപ്പുമില്ല. ഞാൻ ചിന്തിക്കുന്നത്, ഒരു സ്കൂൾ വിദ്യാർത്ഥി തീർത്തും തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ വഴി തെറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണിച്ചു കൊടുത്ത വഴി കൂടിയാണ് അയാൾ പോയത് എന്നാണ് നമ്മളതിൽ കാണേണ്ട ഒരു കാര്യം. ശരിയായ വഴിയിലേക്ക് നയിക്കാൻ കൂട്ടായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും പങ്കുണ്ട്. ആ പങ്ക് ശരിയായി നിർവഹിക്കുക. സ്കൂൾ വിദ്യാർത്ഥികളല്ലേ, ശരി മാത്രം ചെയ്യുന്നൊരു പ്രായമല്ല. അപ്പോൾ അവരെ ശരിയായ നിലയിലേക്ക് ചിന്തിക്കാനും സഞ്ചരിക്കാനും പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അതിനെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. അത്തരം ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ചിലപ്പോൾ വളരെ തീർത്തും അതിനേക്കാൾ തെറ്റായ കാര്യങ്ങളും ഉണ്ടാവാം. അത് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. എനിക്ക് ആ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു കാര്യം അത് കേരളത്തിലാകെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് മറ്റേതെങ്കിലും തരത്തിലേക്ക് ചർച്ച ചെയ്യുന്ന മാനസികാവസ്ഥയും ചികിത്സ ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം സാർ. നമ്മുടെ ഈ വർഷത്തെ മനോരമയുടെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോരമ തിരഞ്ഞെടുത്തത് തന്ത വൈബ് എന്ന് പറഞ്ഞ വാക്കാണ്. അതായത് സമീപകാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത്, എൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ആ ഒരു വാക്കിൽ നിന്ന് തുടങ്ങുമ്പം, ഞാനൊരു അധ്യാപക വിദ്യാർത്ഥിയായിട്ടുള്ള ആളാണ്. ഞാൻ ഇപ്പം കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന 14, 13 വയസ്സുള്ള കുട്ടികൾ. അവരുമായിട്ടുണ്ടാകുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഇതേ പരിച്ഛേദം, ഈ പ്രശ്നം നമ്മുടെ രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്ന രീതികളിൽ ഇതിൻ്റെ ഈ ഒരു വ്യവസ്ഥാപിത സ്വഭാവം മാറ്റേണ്ടത് അനിവാര്യമല്ലേ? പ്രത്യേകിച്ചും സാംസ്കാരിക മേഖല കണക്കെടുക്കുമ്പം നമുക്ക് സാംസ്കാരിക ഒരു കാലത്ത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ കാരണമായിട്ടുള്ള ഇവിടുത്തെ KPSC പോലുള്ള നാടക മൂവ്മെൻറ്റുകളും ഇവിടുത്തെ യുവാക്കളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്.
നമ്മുടെ ഏറ്റവും പുതിയ തലമുറ അഡ്രസ്സ് ചെയ്യുന്ന ഡബ്സിയെ പോലെയുള്ള അല്ലെങ്കിൽ വേടനെ പോലെയുള്ള വളരെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ കൂടെ നിർത്താൻ ഇടതുപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. അത് പല മേഖലയിലും ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രന്ഥശാല സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടുതലും പരിശോധിച്ചാൽ മനസ്സിലാവും മിനിമം ഒരു റിട്ടയർഡ് അധ്യാപകരെങ്കിലും ആയില്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് കിട്ടുന്നില്ല. എന്നാൽ യുവാക്കൾ കൃത്യമായിട്ട് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്നതിന് തെളിവാണ് നിങ്ങൾ KLF-ലെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന കൃത്യമായിട്ട് സാഹിത്യവും കലയും ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എനിക്ക് ചുറ്റുമുള്ളത്. അതിൽ അധികവും ഈ പറഞ്ഞ 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പം എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. വളരെ അഭ്യുദയകാംക്ഷയായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ചോദിച്ചതില്ലേ ആരെ കൂടെ നിർത്താൻ പറ്റുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്ത്, എനിക്ക് വ്യക്തമായില്ല. യുവതലമുറയെ അതായത് ചേർത്ത് നിർത്തേണ്ട തോതിൽ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ അവരുടെ അല്ല, ഞാൻ ആദ്യം കരുതിയത് ഏതൊരു സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേര് പറഞ്ഞു എന്നാണ് ധരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അതിൽ ആദ്യ ഭാഗത്ത് പരാമർശിച്ച പുതിയൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞു. മനോരമ കണ്ടെത്തുകയോ ചൂണ്ടിക്കാട്ടുകയോ ഒക്കെ ചെയ്തൊരു വാക്ക്. അത്തരത്തിലുള്ള പല വാക്കുകളോടും മമതയില്ലാത്ത ഒരാളാണ് ഞാനതൊന്നും ഉപയോഗിക്കാറുമില്ല. ചിലപ്പോൾ പഴഞ്ചനായി പോയതുകൊണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അതവിടെ നിൽക്കട്ടെ. പ്രസക്തമായ ഒരു നിരീക്ഷണം പറഞ്ഞത്, നാട്ടിലെമ്പാടും ഗ്രന്ഥശാലകളുണ്ട്, ലൈബ്രറികളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് മുതിർന്നവരും ജോലിയിൽ നിന്ന് വിരമിച്ചവരൊക്കെയാണ് പലപ്പോഴും അതിൻ്റെ നടത്തിപ്പുകാരോ നേതൃത്വമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ചെറുപ്പക്കാരുടെ അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. എന്നാൽ KLF-ലും മറ്റും നോക്കിയാൽ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്നുള്ളതാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായൊരു വിമർശനമായിട്ട് എടുക്കുന്നു. നിങ്ങളുടെ വിമർശനത്തിൽ കഴമ്പുണ്ട്. നാട്ടിൻപുറത്തെ പല ഗ്രന്ഥശാലകളിലും ഇപ്പോഴും ഭാരവാഹികളായിട്ടുള്ളത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരും സപ്തതിയായവരും ഒക്കെയാണ്. അപ്പോൾ അത് വളരെ ശരിയായൊരു നിരീക്ഷണമാണ്. എനിക്കിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാരികളോടും ചെറുപ്പക്കാരന്മാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻപുറത്തെ ഗ്രന്ഥശാലകൾ പിടിച്ചെടുക്കണം. നിങ്ങൾ അവിടെ അവരുടെ ഇപ്പോൾ ഭാരവാഹികളായിട്ടുള്ള ചിലരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരൊന്നും വരുന്നില്ല, ഈ ചെറുപ്പക്കാരൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചെല്ലണം, അവിടെ ഇരുന്ന് വായിക്കുകയും അവിടെ ചർച്ചകൾ ചെയ്യുകയും അവിടെ വാർഷിക ജനറൽ ബോഡിയിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാരവാഹികളായി മാറുകയും കൂടുതൽ ചെറുപ്പക്കാരെ കൊണ്ടുവരികയൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങളോട് വളരെ കാര്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ യുവജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ച് തന്നെ പോകണമെന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവിൽ ആഗ്രഹിക്കുന്നത്. അതിലെന്തെങ്കിലും കുറവുണ്ട് എന്നാണ് നിങ്ങളുടെ വിമർശനമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം. സർ, ആദ്യമേ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തോട് കൂട്ടിച്ചേർത്ത് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സാർ ആദ്യമേ പറഞ്ഞു നമ്മുടെ പുറത്തേക്ക് ആളുകൾ ജോലി തേടി പോകുന്നതിൽ വിദ്യാഭ്യാസം ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് പോസിറ്റീവായിട്ട് പറഞ്ഞു. അതിലൊരു മറുതലം കൂടെയില്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബുദ്ധിപരമായും ശാരീരികപരമായും ഡിസേബിലിറ്റി അനുഭവിക്കുന്നവരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നാളെ ഞാൻ ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്, എത്ര വലിയ ഇതായാലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് മാക്സിമം 12,000 രൂപ 13,000 ശമ്പളമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എൻ്റെ മാതാപിതാക്കളെ നന്നായി നോക്കാൻ വേണ്ടി എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആളുകൾ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി മാത്രം, തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധത തീർക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് പോകുന്നവരുണ്ട്. എല്ലാ മേഖലയിലും തുല്യ വേതനം അല്ലെങ്കിൽ ആവശ്യമായി നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സാലറി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിലൊരുപാട് മാറ്റം വരൂലേ? എനിക്ക് ഈ ചോദ്യത്തിൻ്റെ എന്താ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ശമ്പളത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ അത് വലിയ മോശമില്ലാത്ത ശമ്പളമാണെന്നാണ് എൻ്റെ ബോധ്യം. കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നേരെ പുറകിലിരിക്കുന്ന ആളുടെ ചോദിച്ചാൽ ചിലപ്പോൾ ശമ്പള സ്കെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ശമ്പള സ്കെയിലിൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഉയർന്ന സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന ശമ്പളം ഉണ്ടാവും. പക്ഷെ എല്ലാ മേഖലയിലും ഈ ഉയർന്ന ശമ്പളം എന്നല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ശമ്പളം എല്ലാ മേഖലയിലുള്ളവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാലായിട്ട് അല്ല, ഇത് ശമ്പളത്തിൻ്റെ ഇത് അല്ല എന്നറിയാം. പക്ഷെ എൻ്റെ ഇപ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഞാനടങ്ങുന്ന തലമുറ എൻ്റെ വീട്ടുകാരെ നോക്കാനായിട്ട് വേണ്ടി മാത്രം പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാടിനെ തന്നെയല്ലേ ഇത് ബാധിക്കുന്നത്? ഞാൻ പറയട്ടെ,
അങ്ങ് ആദ്യം ഇവിടെ സൂചിപ്പിച്ചത് ശമ്പളം തന്നെ പറഞ്ഞിട്ടാണ്. 12,000 രൂപ ശമ്പളം അല്ലേ? 12,000 രൂപ ശമ്പളം കൊണ്ട് രക്ഷിതാക്കളെ നോക്കാൻ പറ്റുമോ എന്നുള്ള നിലയിലാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ മറുപടി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തെ സംബന്ധിച്ചാണെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ശമ്പളം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നത് ഉറപ്പാണ്. അത് 12,000 അല്ല, 20,000 അല്ല, അതിൻ്റെയൊക്കെ കുറേ മുകളിലാണ്. ഇനി സ്വകാര്യ സ്ഥാപനങ്ങളിലെ ശമ്പളത്തിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് അവിദഗ്ധ തൊഴിലാളിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുമുള്ള ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. അതിൻ്റെ പകുതിയില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ തത്തുല്യമായ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശമ്പളം. ഇത് ആധികാരികമായ കണക്കാണ്. എന്നാൽ ചില ആളുകൾക്ക് അവരുടെ പ്രാരാബ്ദങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ അവർ നേരിടുന്ന സാമ്പത്തിക ആവശ്യം, അതൊക്കെ നിർവഹിക്കാൻ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക്, എന്നുവെച്ചാൽ സ്വകാര്യ മേഖലയിൽ പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവർക്കെല്ലാം അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. വിദേശത്ത് ഡോളറിലോ അല്ലെങ്കിൽ പൗണ്ടിലോ ആകുമ്പോൾ നമുക്കത് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ പുറത്തേക്ക് പോകും. പക്ഷേ സേവനവേതന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്പർ 1 ആണെന്നും അത് നമ്പർ 2വിനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാനാവില്ല. എന്നാൽ കുറേ കൂടി മെച്ചപ്പെട്ട ശമ്പളമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലാതാനും. അതാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. ഈ ചോദ്യം ചോദിക്കാൻ പ്രത്യേകിച്ചൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്വരാജ് സാറിനെ പോലുള്ള ഒരു നല്ലൊരു വായനക്കാരൻ, രണ്ടാമത്തത് കെ ലഫേഷ്യയിലെ തന്നെ ഒന്നാമതുള്ള ഒരു സാഹിത്യോത്സവം. അപ്പോൾ ഈ ഒരു ഇതിൽ സാറ് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ പങ്കെടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാറിൻ്റെ യുവത്വ കാലഘട്ടവും ഇപ്പോഴത്തെ ജിൻസി കാലഘട്ടവും തമ്മിൽ ഈ രാഷ്ട്രീയപരവും സാമൂഹികപരമായിട്ടുള്ള വായനയിൽ വന്നിട്ടുള്ള മാറ്റം എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഈ സാറെന്ന് വിളിക്കുന്ന തന്നെ ഒരു അരോചകമാണ്. സ്വരാജ് എന്ന് വിളിച്ചാൽ അതിൽ തീരും. ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ മാത്രമേ സാറെന്ന് വിളിച്ചിട്ടുള്ളൂ, മറ്റാരെയും ഞാൻ സാറെന്ന് വിളിച്ചിട്ടില്ല. ഇനി ചോദിച്ച ചോദ്യമാണെങ്കിൽ, ഇപ്പോൾ വായന പുതിയ തലമുറയിൽ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല, എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. പക്ഷേ പുസ്തകങ്ങൾ ഇപ്പോൾ ധാരാളമായി ഇറങ്ങുന്നുണ്ട്, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മളൊരു 10 പേരെ ഒരു ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ 5 പേരും സ്വന്തമായി പുസ്തകം ഇറക്കിയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ വായന കൂടി വരുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. വായന കുറയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പുസ്തകങ്ങൾ ഒരുപാട് ഇറങ്ങുന്നു. കേരളത്തിൽ എല്ലായിടത്തും സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു, ഇല്ലേ? കേരളത്തിൽ ഒരുപാട് സാഹിത്യോത്സവങ്ങളായി. ഇപ്പോൾ ഇവിടെയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തുമായി. അതിലെല്ലായിടത്തും നല്ലതുപോലെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പങ്ക് യുവതി യുവാക്കളാണ്. അപ്പോൾ വായന കുറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ കരുതുന്നില്ല ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ വരാത്ത ജൻസീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ യുവതലമുറ തന്നെ, വിദ്യാർത്ഥികൾ തന്നെ, രാഷ്ട്രീയത്തിൽ വന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ ഒരു സ്ഥിതി ഇപ്പം എന്താണെന്നുള്ളത് പരിശോധിച്ച് നോക്കണം. ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ JNU സമരത്തിലുള്ള ഒട്ടനേകം ആൾക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അമ്മമാർ, അച്ഛന്മാരൊന്നും ആഗ്രഹിക്കുന്നില്ല മക്കളെ എല്ലാ കാലത്തേക്കും ജയിലിലേക്ക് തള്ളി കൊടുക്കാൻ. അപ്പം അത്തരത്തിലേക്ക് ഇപ്പം സ്വരാജ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബാന്തരീക്ഷമാണ് നമ്മുടെ ഒരു വലിയ ഒപ്പിനുണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സംഘപരിവാറിൻ്റെ ഭരണകൂട കാലത്തിനകത്ത് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം അവസ്ഥ പോലീസിൻ്റെ ലാത്തിക്കടിയിലും ജയിലറകളിലുമാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് കുടുംബാന്തരീക്ഷവും അതിൻ്റെ സാമൂഹിക അന്തരീക്ഷവും ഇത്തരത്തിലേക്ക് വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരാഷ്ട്രീയത ഈ ക്യാമ്പസുകളിൽ വരുന്ന സമയത്ത് എത്രത്തോളം ആ അരാഷ്ട്രീയത ഉണ്ടാക്കുന്നതിൽ വർഗീയ ശക്തികൾക്ക് ഈ സംഘപരിവാർ ഭരണകൂടത്തിന് അതിൻ്റെ പങ്കുണ്ട്. സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത വളർത്തുന്നതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോട് എനിക്ക് വിയോജിപ്പില്ല. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം, ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ജയിലിൽ പോകേണ്ടി വരികയും ഒട്ടേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് ഏതാണ്ട് എല്ലാ കാലത്തുമുള്ളൊരു പ്രശ്നമാണ്. സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു വല്ലാത്ത അഭിനിവേശത്തോടെയാണെന്ന് എല്ലാവരും കണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും ജയിലിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അഭിമാനകരമായിട്ടാണ് കണ്ടത്.
സമരം ചെയ്ത് ജയിലിൽ പോയി എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ കാര്യമായിട്ടാണ് കണ്ടത്. വീട്ടിൽ പ്രശ്നം തന്നെയാണ്, വീട്ടിലെല്ലായിടത്തും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മക്കളെ ഓർത്ത് കണ്ണുനീര് കുടിക്കാത്ത ഒരമ്മയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ വീടുകളിൽ ഉണ്ടാവില്ല. പക്ഷേ അപകടകരമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അപകടത്തെ നേരിടാനുള്ള ഒരു ആർജവം പൊതുവെ നമ്മുടെ സമൂഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ ജയിലിൽ പോകും എന്ന് അറിഞ്ഞിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പാതയിൽ മുൻപോട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിൽ രാഷ്ട്രീയമേ ഇല്ല തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലുകളൊന്നും ഞാൻ നടത്തിയിട്ടേ ഇല്ല, അങ്ങനെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ മറ്റ് കൂടുതൽ കമൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സെഷൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റത്തിൽ പിൻവലിഞ്ഞിരിക്കുന്നവരല്ല, മുന്നോട്ടായുന്നവർ തന്നെയാണ് യുവത എന്നുള്ള തരത്തിൽ എനിക്കൊന്ന് ഈ ചർച്ചയ്ക്ക് പിന്നാലെയുള്ള ഇവിടെയുള്ള യൂത്തിൻ്റെ ഇടപെടലും അങ്ങനെ തന്നെ ഒരു തീർപ്പിലേക്കും പ്രതീക്ഷയിലേക്ക് തന്നെ എത്തുന്നത്. എന്തായാലും താങ്ക് യു.